എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി റവ കേക്കിൻ്റെ റെസിപ്പിയാണ് പരിചയപ്പെടുന്നത്. സാധാരണ കേക്ക് ഉണ്ടാക്കുന്ന രീതിയിലല്ല ഇത് തയ്യാറാക്കുന്നത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു കേക്കാണിത്. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എങ്കിലിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. റവയും പഞ്ചസാരയും നമ്മൾ നല്ലതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. പുളി അധികം ഇല്ലാത്ത തൈര് നോക്കി വേണം എടുക്കാം കേട്ടോ. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 നുള്ളു ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതൊന്ന് ലൂസാക്കാൻ വേണ്ടി നമ്മൾ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാൽ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ഇതുപോലെ ഇത്രയും ലൂസായിട്ടുള്ളൊരു മാവ് വേണം റെഡിയാക്കി എടുക്കാൻ കേട്ടോ. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കണം. സോഡാപ്പൊടി. ഇതിൻ്റെ മുകളിലോട്ട് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളെടുത്ത പാലിൽ നിന്ന് ഇത്രയും മിച്ചമുണ്ട് കേട്ടോ. ഇനി നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ഇതാ നമ്മുടെ കേക്കിന് വേണ്ട ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഒരു പ്ലേറ്റ് എടുത്തു. ഇതിലോട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇതേ രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ കത്തിച്ച് നമ്മളൊരു ഇഡ്ഡലി പാത്രം വെച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഇഡ്ഡലി തട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ട് ഇതേ രീതിയിൽ ഞാനൊന്ന് കമിഴ്ത്തി വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലോട്ട് മാവ് നിറച്ച പാത്രം വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചൊരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നാവിയേറ്റി ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് തുറക്കാം. ഇനി ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം. ഇതുപോലെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമ്മളൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയും മതി. സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ടിത് തണുക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. എത്രയും വലുപ്പത്തിലാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്ക് ഇതേ രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേ രീതിയിലും കഴിക്കാൻ. ഇനി ഇത് കണ്ടല്ലോ, നമുക്ക് ബേക്ക് ചെയ്തെടുക്കുന്ന കേക്ക് പോലെ എങ്ങനെയൊന്ന് ആക്കിയെടുക്കാമെന്ന് നോക്കാം കേട്ടോ. സ്റ്റവ് കത്തിച്ചൊരു പാൻ സലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചൂടായി. ഇതിലോട്ട് നമുക്കുണ്ടല്ലോ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കേക്ക് ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കണം. പിന്നെ ഒരു സൈഡ് ഒന്ന് കളർ മാറി വരുമ്പോഴൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് 2 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോഴുണ്ടല്ലോ നമ്മൾ ബേക്ക് ചെയ്തെടുത്ത് കഴിക്കുന്ന കേക്ക് ഉണ്ടല്ലോ അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന്. സാധാരണ രീതിയിൽ നമ്മൾ ഈ ഓവനൊന്നും ഇല്ലാതെ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു 40 മിനിറ്റെങ്കിലും എടുക്കും ഇതൊന്ന് ആയി കിട്ടാൻ. ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്കൊരു 20 മിനിറ്റിനകം എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ടേസ്റ്റിലാണെങ്കിലും അതുപോലെ കാഴ്ചയിലാണെങ്കിലും സാധാരണ ബേക്ക് ചെയ്തെടുത്ത കേക്ക് പോലെ തന്നെ ഇരിക്കും കേട്ടോ. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെറൈറ്റി രീതിയിൽ തയ്യാറാക്കിയ റവ കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. വീണ്ടും ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.